ചെറിയ ബഡ്ജറ്റിൽ, അതായത് 1,00,000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ AC-യും പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും കമ്പനി സ്റ്റീരിയോയും സെൻട്രൽ ലോക്കും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്കായിട്ട് ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണോ. ഷെവർലെറ്റിന്റെ സ്പാർക്കാണ് വണ്ടി വരുന്നത്. നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു നല്ലൊരു ക്യൂട്ട് വണ്ടി കേട്ടോ. പെട്രോൾ വാഹനം ആയതുകൊണ്ട് ചെറിയ മെയിൻ്റെനൻസിൽ നമുക്ക് കൊണ്ടുനടക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 18 കിലോമീറ്റർ അടുപ്പിച്ചുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും ലോക്കൽ യൂസിൽ പോലും നമുക്കൊരു 15 കിലോമീറ്റർ ഷാർപ്പായിട്ട് കിട്ടും. അതിന് മുകളിലേക്കുള്ള മൈലേജ് കൺഫേം മൈലേജ് ആണോ. അതായത് കമ്പനിയൊക്കെ 20-21 പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് 18 മുതൽ മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം നമുക്കൊരു ചെറിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഓടിച്ച് പഠിക്കുന്നവർക്കായാലും സിറ്റി യൂസ് ചെയ്യണവർക്കായാലും വളരെ സിമ്പിളായിട്ട് തന്നെ കൊണ്ടുനടക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിന്റെ ക്വാളിറ്റി വണ്ടിയുടെ എല്ലാ മൂലയിലും കാണാനുണ്ട് കേട്ടോ. ടയർ ഭാഗം നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. 80% to 90% വരെ ടയർ ഉണ്ട്. വീൽ കപ്പൊക്കെ പുതിയ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സർവീസ് ബുക്കും സ്പെയർ കീയും എല്ലാം അവൈലബിൾ ഉണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ ഇതിന് ഇന്റീരിയറിലേക്ക് പോകാം. ഇന്റീരിയർ നോക്കുമ്പോഴായാലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, അതുപോലെ കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും അവിടെ വേറെ മുഷിലോ കാര്യങ്ങളൊന്നും നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡോർ പാഡുകളൊക്കെ നോക്കുമ്പോഴായാലും നല്ല ക്ലീൻ ആയിട്ടുള്ളത്. വേറെ ഒരു തരത്തിലും മുഷിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഡോർ അടയ്ക്കുമ്പോഴായാലും ഒരു ക്ലീൻ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൂഫ് റെയിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കമ്പനി സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ബാക്ക് നോക്കുമ്പോഴായാലും ക്യൂട്ട് ലുക്കാണ് വരുന്നത്. അതായത് നല്ല റൗണ്ട് ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയാണ്. ബ്ലാക്ക് വണ്ടി തന്നെ ഒരു ക്യൂട്ട് ലുക്ക് എക്സ്ട്രാ ആയിട്ട് കയറി വരുന്നുണ്ട്. മറ്റുള്ള വണ്ടീനൊക്കെ ബ്ലാക്ക് കളർ ഇതിൽ കുറച്ചുകൂടെ ചേരുന്നുണ്ട്. ഹാച്ച് ബാക്കിൽ തന്നെ നല്ലൊരു ക്യൂട്ട് വണ്ടി എന്ന് പറയാട്ടോ. അപ്പോൾ ബോഡിക്ക് നല്ല ഹെവി ബോഡിയാണ്. ഷെവർലെറ്റിന്റെ ബോഡിയിലൊന്നും കോംപ്രമൈസോ കാര്യങ്ങളോ വരുന്നില്ല. ഈ സൈഡിലേക്ക് പോകുമ്പോഴായാലും കാണാവുന്നതാണ്. വേറെ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചോ ഡെന്റോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. ഈ കണ്ടുണ്ട് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ്. അതായത് വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ കാണാനായിട്ടില്ല. വേറെ പേസ്റ്റിങ്ങളൊക്കെ നോക്കുമ്പോഴായാലും പക്ക പേസ്റ്റിങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റും നിലവിൽ ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വാഹനവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.